Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. Today, the Lord is going to do something big, something new in your life. ദൈവം ഇന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ If പോകുകയാണ്. you believe that, thank the Lord in advance. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുൻകൂറായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാലോ. Hallelujah. ഹല്ലേലൂയ. Today, we are going to talk about Jesus' family. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന യേശുവിൻ്റെ കുടുംബക്കാരെ കുറിച്ചാണ്. People have a lot of confusion about Jesus' family. യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് ആളുകൾക്ക് ഒത്തിരി ആശയക്കുഴപ്പങ്ങളുണ്ട്. Even I had. എനിക്കുണ്ടായിരുന്നു. And I started reading the Bible, the Gospels again and again. ഞാൻ ഈ സുവിശേഷങ്ങൾ പലവട്ടം പലകുറി വായിച്ചു. And today I have a clarity. ഇന്ന് എനിക്കൊരു വ്യക്തത വന്നിട്ടുണ്ട്. Okay, we will go to that. And before that, we are going to pray for the sponsors of today's special episode. ഇതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വർക്കല ബ്ലെസ്സിംഗ് സെൻ്ററിൽ നിന്ന് സുമിത വിജയനാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. ഇന്ന് അവരുടെ മകൻ വിനീഷ് വിജയൻ്റെയും ആര്യയുടെയും വിവാഹമാണ്. Vinish and Arya is getting married. Father, bless them in every way today. കർത്താവെ, എല്ലാ തരത്തിലും കർത്താവെ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ, രണ്ടുപേർക്കും ജോലി ലഭിക്കുവാൻ, അതുപോലെ സാമ്പത്തിക വഴികളൊക്കെ അങ്ങ് തുറന്നതിനായി നന്ദി കർത്താവെ. അതിനുള്ള എല്ലാ വഴികളും തുറന്നതിനായി നന്ദി കർത്താവെ. അതുപോലെ അടുത്ത നമ്മുടെ സ്പോൺസർ കൊല്ലത്ത് നിന്ന് ആര്യ സജു ആണ് അടുത്ത നമ്മുടെ സ്പോൺസർ. Thank you so much, Arya. കർത്താവെ, ആര്യയ്ക്ക് ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവ് സജീവിനും എത്രയും വേഗം ജോലി ലഭിക്കുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Thank you so much, today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിനുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. And I encourage you also to become sponsors in the coming days. ഈ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും സ്പോൺസർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. I know many of you have desire, but you don't have enough resources. But I believe the Lord is going to give you resources in your hands. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതിനുള്ള വലിയ താല്പര്യമുണ്ട്, എന്നാൽ അതിനുള്ള സ്രോതസ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവം വിശ്വസിക്കുക, ദൈവം അതിനുള്ള സ്രോതസ്സും നിങ്ങൾക്ക് ഒരുക്കി തരാൻ പോകുകയാണ്. We are going to worship our Lord together with Blessing Today worship team. ബ്ലെസ്സിംഗ് ടുഡേ വർഷിപ്പ് ടീമിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ remember we are winners in Jesus Christ. നമ്മൾ ക്രിസ്തുവിൽ ജയാളികളാണ്. ആമേൻ. എത്ര പേരെ ചേർന്ന് വിശ്വസിക്കുന്നു? ഒരുമിച്ച് ചേർന്ന് പാടാം. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ഒരു പ്രാവശ്യം കൂടി. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണ്. ക്രൂശിലൻ യേശു അതെല്ലാം സഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലൻ യേശു അതെല്ലാം സഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല. രോഗത്തിനെന്മേൽ കാര്യമില്ല, ശാപത്തിനെന്മേൽ ജയവുമില്ല. ക്രൂശിലൻ യേശു ഇതെല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലൻ യേശു ഇതെല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണ്. എന്നേലോ ഇനി ഭവനത്തിലോ, എന്നേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്നേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ. ആവർത്തിച്ച് പാടാമോ? എന്നേലോ ഇനി എൻ ഭവനത്തിലോ. എത്ര പേർ ചേർന്ന് വിശ്വസിക്കുന്നു?
സാത്താൻ ഒരു തന്ത്രങ്ങളും എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലൻ യേശു ഇതെല്ലാം സഹിച്ചതാ ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. All right, we're going to talk about Jesus' family. ഇനിയിപ്പോൾ നമ്മൾ യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. One amazing thing is that Jesus, when he came into this world, he chose to become a member or a part of a human family. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമായി തീരുവാൻ, ഒരു ഭാഗമായി തീരുവാൻ അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. Hey, think about this. God became member of a family. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ദൈവം ഒരു കുടുംബത്തിൻ്റെ അംഗമായി If തീർന്നിരിക്കുന്നു. he is coming and becoming a member of your family, what will it be like? ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു കുടുംബാംഗമായി തീർന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? A God who is in heaven becoming a man and becoming a member in your family, and you don't know that. ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു, അതൊരു മനുഷ്യനായി അവതരിച്ചു വന്നു എന്നു മാത്രമല്ല, അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബാംഗം എന്ന നിലയിൽ പിറന്നു വീണു, നിങ്ങളൊട്ട് അറിഞ്ഞിട്ട് പോലുമില്ല. എന്തായിരിക്കും അവസ്ഥ? See, in this case, Jesus' family, Mary and Joseph, angels had supernaturally announced the matter. He's going to become the savior of the world. ആ കുടുംബത്തിൽ മറിയയോടും അതുപോലെ യോസഫിനോടും ദൂതന്മാർ അമാനുഷികമായിട്ടുള്ള ചില വിളംബരങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് നൽകി. But what about the younger ones? എന്നാൽ ഇളയ ആളുകളെ സംബന്ധിച്ച് എന്താണ്? They had no oracles from God, they had no dreams, they had no visions, no angelic visitation, and they saw Jesus as their elder brother. That's all. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ കാര്യത്തിൽ എന്താണ്? അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രത്യേക അരുളപ്പാടുകളോ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയോ സ്വപ്നങ്ങൾ കാണുകയോ ഒന്നും തന്നെ ഈ രക്ഷകനെ കുറിച്ച് അവർക്ക് ഉണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് മാത്രമാണ് അവർക്കുള്ളത്. And they were playing together, eating together, doing many things together, sleeping together. അവർ ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് ചിരിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് കിടന്നുറങ്ങി. Even after Jesus started his public ministry, they never recognized that he was the Son of God. യേശു കർത്താവ് തന്റെ പരസ്യമായ ശുശ്രൂഷ തുടങ്ങുന്നത് വരെയും യേശു ദൈവപുത്രനാണ് എന്ന് പറയുന്ന കാര്യം അവരെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നു. All right, come to Philippians chapter 2. ഇനിയിപ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 6 to 8. അതിന്റെ 6 മുതൽ 8 വരെയുള്ള വേദവചനങ്ങൾ. Who, being in very nature of God, did not consider equality with God something to be used to his own advantage. Rather, he made himself nothing by taking the very nature of a servant, being made in human likeness, and being found in appearance as a man. He humbled himself by becoming obedient to death, even death on a cross. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. This verse is very, very clear about Jesus' divinity and humanity. യേശു കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും അതുപോലെ യേശുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ വളരെ വ്യക്തത ഉളവാക്കുന്ന വചനമാണ് ഈ ഒരു വചനഭാഗം എന്നുള്ളത്. Verse number 6 says, he was in the very nature of God. അവിടെ 6-ാമത്തെ വചനത്തിൽ കാണുന്നു, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. And he did not consider equality with God something to be used to his own advantage. ദൈവത്തോടുള്ള ആ സമത്വം, അത് ആ നേട്ടത്തെ മുറുകെ പിടിച്ചു കൊള്ളണം എന്നവൻ കരുതിയില്ല. Hallelujah. That means when he was God himself, when he was equal with God, that means God the Father, the first one in the Trinity, he did not grab to that godness, to that divinity for us. He made himself nothing, and he appeared in the nature of a servant, and he was found in human likeness.
ഓർക്കുക, അവൻ ദൈവമായിരുന്നു. അതുകൊണ്ട് തന്നെ പിതാവാം ദൈവത്തിൽ, തൃത്വത്തിൽ ഒന്നാമനായിരിക്കുന്ന പിതാവാം ദൈവത്തോട് അവന് സമത്വം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ അതിനെ മാറ്റിക്കളഞ്ഞിട്ട് ഈ ഭൂമിയിലെ മനുഷ്യരൂപമായ ദാസരൂപം നമുക്ക് വേണ്ടി എടുത്തിട്ട് അവൻ മനുഷ്യന്റെ രൂപത്തിലായി തീർന്നു. Oh, this is mind blowing. ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. I want a break. I want to meditate upon this, contemplate. I want to digest this. എനിക്ക് ഒരു ബ്രേക്ക് വേണം, എനിക്കിതൊന്ന് ധ്യാനിക്കണം, എനിക്കിതൊന്ന് ദഹിക്കേണ്ടതായിട്ടുണ്ട്. Being in the very nature of God, he took the nature of man. ഓർക്കുക, ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ അവൻ മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറ്റപ്പെട്ടു. In other words, he came in disguise. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൻ വേഷപ്രച്ഛന്നനായി നമ്മുടെ ഇടയിലേക്ക് വന്നു. And people did not recognize him. ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞില്ല. So many people, thousands and thousands of people looked at Jesus. They never understood that this was God, the creator of the universe, standing in front of me. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ ആരും തന്നെ ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ ആരും അത്ഭുതം കൂറിയില്ല. His own brothers and sisters with whom all of them played together, grew together, they did not recognize he was the creator of the universe living with them in their family. അവർക്കൊക്കെ തങ്ങളുടെ കൂടെ തന്നെ ഉറങ്ങുകയും ഉണ്ണുകയും ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ സ്വന്തം സഹോദരന്മാരോ സഹോദരിമാരോ ആരും തന്നെ ഇത്രയും വലിയ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഞങ്ങളുടെ ഭവനത്തിലുള്ളത് എന്ന സത്യം തിരിച്ചറിഞ്ഞില്ലായിരുന്നു. Herod did not know. ഹെരോദ് തിരിച്ചറിഞ്ഞില്ല. The high priest did not know. മഹാപുരോഹിതനും അറിഞ്ഞില്ല. The law priest did not know. ചെറിയ പുരോഹിതനും അറിഞ്ഞില്ല. Levites did not know. ലേവ്യരാരും അറിഞ്ഞില്ല. Many of the prophets did know. അതുപോലെ തന്നെ പ്രവാചകന്മാരും Sadducees, scribes did not know. പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ആരും അറിഞ്ഞില്ല. Only a few people had that revelation. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ വെളിപ്പാട് കിട്ടിയത്. Joseph knew it. യോസഫിന് അതറിയാമായിരുന്നു. Mary knew it. മറിയക്ക് അതറിയാമായിരുന്നു. Simeon, an old man in the temple, knew it. അതുപോലെ തന്നെ ദൈവാലയത്തിലുണ്ടായിരുന്ന ശിമിയോൻ എന്ന് പറയുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് അറിയാമായിരുന്നു. Anna, the prophetess, she knew it. അതുപോലെ തന്നെ അന്ന എന്ന് പറയുന്ന പ്രവാചകി അത് മനസ്സിലാക്കിയിരുന്നു. Some shepherds knew it. ചില ഇടയന്മാർക്ക് മനസ്സിലായി. So like that, there were only a small group of people who knew that he was the architect of the universe living among us. ഹല്ലേലൂയ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് പ്രപഞ്ചത്തിന്റെ ശില്പിയായിരിക്കുന്നവൻ നമ്മുടെ ഇടയിൽ പാർക്കുന്നു എന്ന് പറയുന്ന സത്യം തിരിച്ചറിഞ്ഞത്. Oh, even the disciples many a times they didn't know. ശിഷ്യന്മാർക്ക് പോലും പലവട്ടവും ആ കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. They saw him as a rabbi, good man, good teacher. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു റബായി, ഒരു ഗുരു എന്ന പേരിൽ മാത്രമാണ് അവരെ അറിഞ്ഞിരുന്നത്. But one day on the Mount of Transfiguration, they saw the glory coming out of him. എന്നാൽ മറുരൂപമലയിൽ വെച്ച് ഒരു ദിവസം ആ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് തേജസ് പുറപ്പെടുന്ന കാഴ്ച അവർ അന്ന് കണ്ടു. That was the day they heard that, oh, he is not a simple man, a simple rabbi, he is God himself. അന്നത്തെ ദിവസമാണ് ഇവൻ ഒരു സാധാരണക്കാരനല്ല, ഒരു സാധാരണ റബായി അല്ല, ഇവൻ അസാധാരണ വ്യക്തിയാണ് എന്ന് പറയുന്ന വെളിപ്പാട് അത് ശിഷ്യന്മാർക്ക് ലഭിച്ചു. Okay, coming back to Jesus' family. ഇനിയിപ്പോൾ യേശുവിന്റെ കുടുംബത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Matthew 13, 54 up to 57. 13-ാം അധ്യായത്തിന്റെ 54 മുതൽ 57 വരെയുള്ള വചനം. Coming to his hometown, he began teaching the people in their synagogue, and they were amazed. Where did this man get this wisdom and these miraculous powers? They asked. Isn't this the carpenter's son? Isn't his mother's name Mary? And aren't his brothers James, Joseph, Simon, and Judas? Aren't all his sisters with us? Where then did this man get all these things? And they took offense at him. But Jesus said to them, a prophet is not without honor except in his own hometown and in his own home. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പൃഥുനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. 54 അവർ വിസ്മയിച്ചു.
ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും നമ്മോട് കൂടെയില്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കലിടറിപ്പോയി. This is the conversation. This is the opinion of his own townsfolk. ഇത് ഇപ്പോൾ തൻ്റെ പട്ടണത്തിലുള്ള തൻ്റെ ഗ്രാമത്തിലുള്ള ആളുകളുടെ തന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംസാരവുമാണ്. Now, from this passage we know his father's name, his mother's name, 4 brothers' name, sisters' names are not given. ഇവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് തൻ്റെ പിതാവ് ആരാണ്, തൻ്റെ അമ്മയുടെ പേരെന്താണ്, തൻ്റെ സഹോദരന്മാരുടെ പേരെന്തൊക്കെയാണ്, സഹോദരിമാരുടെ പേര് മാത്രം അവിടെ പരാമർശിച്ചിട്ടില്ല. Some people even think that they are cousin brothers. No, his own half brothers. ഇവരെല്ലാവരും കസിൻസ് ബ്രദേഴ്സ് ആണ് എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല, ഇവരെല്ലാവരും തൻ്റെ അമ്മയിൽ നിന്ന് പിറന്ന മക്കളിൽ തന്നെയാണ്. James, Joseph, Simon, Judas, 4 brothers, younger brothers Jesus had. യാക്കോബ്, യോസേ, ശീമോൻ, യൂദ എന്ന 4 ഇളയ സഹോദരന്മാർ യേശുവിനുണ്ടായിരുന്നു. And they were born to Joseph and Mary. അവർ യോസഫിന്റെയും മറിയയുടെയും കുഞ്ഞുങ്ങളായി പിറന്നവരാണ്. And Jesus had 2 sisters. അത് മാത്രമല്ല, യേശുവിന് കുറഞ്ഞത് 2 സഹോദരിമാരുമുണ്ട്. Names are not given here. ഇവിടെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. But the father's profession was carpentry. എന്നാൽ പിതാവിന്റെ ജോലി മരപ്പണി, തച്ചന്റെ പണിയാണ്. Even today there are carpenters around us. ഇന്നും നമ്മുടെ ചുറ്റുവട്ടത്തും മരപ്പണി ചെയ്യുന്ന ആളുകളുണ്ട്. Jesus was born into that kind of a middle class, working class family. യേശു കർത്താവ് ഇത്തരത്തിലുള്ള ഒരു സാധാരണ മധ്യവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുടുംബത്തിലാണ് താനും പിറന്നു വീണത്. Now, what was the atmosphere in that house? ആ ഭവനത്തിന്റെ അന്തരീക്ഷം എന്തായിരുന്നു? The Bible clearly tells us that Joseph was a righteous man. ബൈബിൾ വ്യക്തമായി പറയുന്നു യോസഫ് ഒരു നീതിമാനായിരുന്നു. And in the Old Testament scriptures, if you research, you will understand that a righteous man is like a palm tree. പഴയ നിയമ വേദവചനങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ നീതിമാനെ കുറിച്ച് പറയുന്നത് അവൻ ഒരു പന പോലെയായിരിക്കും. That means if you are righteous, you have strength like a palm tree. നിങ്ങൾ നീതിമാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പനയെ പോലെ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കും. I believe Joseph was a very strong man. ഞാൻ വിശ്വസിക്കുന്നു യോസഫ് ഒരു വളരെ ശക്തിമാനായ വ്യക്തിയായിരുന്നു. Because against all odds, against all the adverse circumstances, he had the willpower to accept a pregnant lady into his life. Amen. Who was carrying the Savior of the world. Amen. That was a great challenge. He was a strong man. Because of the command of God, he obeyed, and he was a righteous man. He accepted Mary, who was found with Jesus. ഓർക്കുക, യോസഫ് ശക്തിമാനായിരുന്ന അല്ലെങ്കിൽ ധൈര്യശാലിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുവാൻ കാരണം മറിയ എന്ന് പറയുന്ന തനിക്ക് വിവാഹം നിശ്ചയം നടത്തിയിരുന്ന പെൺകുട്ടി മറ്റൊരു ഗർഭധാരണം സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ളത് തന്നെ എന്ന് മനസ്സിലാക്കി രക്ഷകനെ ആണ് അവൾ ഗർഭധാരണം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഉപേക്ഷിക്കാതെ അവളെ ചേർത്ത് കൊള്ളുവാൻ തക്കവിധം ധൈര്യം കാണിച്ച ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു യോസഫ് എന്നുള്ളത്. What about Mary? എന്താണ് മറിയയെ കുറിച്ച് പറയാനുള്ളത്? What was her character? എന്താണ് അവളുടെ സ്വഭാവത്തെ കുറിച്ച് The പറയുന്നത്? highlight is this: her most important quality was humility. അവളിൽ എടുത്തു പറയത്തക്ക കാര്യമെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന അവളുടെ താഴ്മയാണ്. Because even she sings later that God has seen my humility. കാരണം പിന്നീട് അവൾ ഗീതം പാടുമ്പോൾ പറയുന്നത് ദൈവം എൻ്റെ താഴ്ചയെ കണ്ടിരിക്കുന്നു. That humility is just like a wine. ആ ഒരു താഴ്മ കാണിക്കുന്നത് ഒരു മുന്തിരിവള്ളിയെയാണ്. Meaning flexibility, yielding nature. അത് കാണിക്കുന്നത് വഴങ്ങുവാനും അതുപോലെ ചാരി വളരുവാനുമുള്ള തൻ്റെ കഴിവിനെയാണ്. Hallelujah. Hallelujah. The quality every woman of God or every mother or a wife should have. ഒരു ഭാര്യയ്ക്കും അതുപോലെ തന്നെ ഒരു അമ്മയ്ക്കും ഓരോ ദൈവ സ്ത്രീകൾക്കും ഉണ്ടാകേണ്ട ക്വാളിറ്റിയാണ് ഈ ഒരു ക്വാളിറ്റി. So in Joseph we find righteousness. ജോസഫിൽ നമ്മൾ കാണുന്നത് അവൻ നീതിമാനാണ് എന്നുള്ളതാണ്. And in Mary we see humility. എന്നാൽ മറിയയിൽ നമ്മൾ കാണുന്നത് താഴ്മയാണ്. And in that family
the Savior is growing. ഓർക്കുക, ആ കുടുംബത്തിൽ നിന്നാണ് ഒരു രക്ഷകൻ വളർന്നു So I വരുന്നത്. made a formula. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സൂത്രവാക്യം You ഉണ്ടാക്കിയാണ്. can write this down. നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ സാധിക്കും. Righteousness plus humility is equal to salvation. നീതി Yes. പ്ലസ് താഴ്മ സമം രക്ഷ. Write it down. ദയവായി എഴുതിയെടുക്കുക. Put it in the live chat. നിങ്ങളുടെ ലൈവ് ചാറ്റിലേക്ക് എഴുതുക. Send everywhere. എല്ലായിടത്തേക്കും അയക്കുക. Righteousness plus humility is equal to salvation. നീതി പ്ലസ് താഴ്മ സമം രക്ഷ. So this is my prayer for you. എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഇതാണ്. In your house, the head of the family should have righteousness. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥന്മാർ നീതിമാന്മാരായിരിക്കണം. A strong person like a palm tree. ഒരു പന പോലെ ശക്തിമാന്മാരായിരിക്കണം. Even in the wilderness, even in the desert land, when the wind comes and when the tornado comes, the palm tree will be standing strong and tall. ഓർക്കുക, ഒരു മരുഭൂമിയിലായിക്കൊള്ളട്ടെ മറ്റേത് സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ ഒരു കൊടുങ്കാറ്റ് വന്നോട്ടെ എന്ത് വന്നാലും ഒരു പന അതുപോലെ തന്നെ തല ഉയർത്തി ശക്തമായി നിൽക്കും. What about the housewife? എന്താണ് ആ വീട്ടമ്മയെ കുറിച്ച് കാണുന്നത്? Yielding nature, submissive nature, humility, and the blend of these two will bring forth salvation in that family. ഓർക്കുക, അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് താഴ്മയുടേതും പടരുവാനുള്ളതും വഴങ്ങുവാനുള്ളതുമായ കഴിവാണ്. ഈ രണ്ട് കാര്യങ്ങളും ചേർന്നുള്ള അതിന്റെ സംയോജനം പുറത്തു കൊണ്ടുവരുന്നത് രക്ഷയാണ്. Hallelujah. ഹല്ലേലൂയ. I want to thank God right now. ഈ സമയത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. All right, in that atmosphere Jesus is growing. ഓർക്കുക, ആ ഒരു അന്തരീക്ഷത്തിലാണ് യേശു കർത്താവ് വളർത്തപ്പെട്ടത്. Now, what was the difference? Yesterday I told you Jesus was in appearance an ordinary man. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ യേശു കർത്താവ് താൻ കാണപ്പെട്ടത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. There was no light around his head. തന്റെ തലയ്ക്ക് ചുറ്റും പ്രകാശ വലയം ഒന്നും ഉണ്ടായിരുന്നില്ല. And his skin was not glowing like a glowworms. തന്റെ ത്വക്ക് ഒരിക്കലും മിന്നാമിനിങ്ങിനെ പോലെ പ്രകാശിച്ചിരുന്നില്ല. There was nothing special about his body. തന്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് പറയാൻ തക്ക വിധത്തിൽ യാതൊന്നും All ഉണ്ടായിരുന്നില്ല. the organs, all the bones, bone marrow, skin, blood, muscles, nerves, everything Jesus had in his body. തന്റെ ശരീരത്തിന്റെ ത്വക്കും അതുപോലെ അസ്ഥികളും മജ്ജയും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും എല്ലാം സാധാരണക്കാരെ പോലെ Then തന്നെയായിരുന്നു. what was speciality about him? എന്നാൽ എന്തായിരുന്നു അവന്റെ പ്രത്യേകത? Can I tell you? ഞാൻ നിങ്ങളോട് പറയട്ടെ. Are you ready? നിങ്ങൾ തയ്യാറാണോ? Are you really ready? നിങ്ങൾ ശരിക്കും തയ്യാറാണോ? Number one, holiness. ഒന്നാമത്തേത് വിശുദ്ധി. He was sinless. അവർക്ക് പാപമില്ലാത്തവനായിരുന്നു. Number two, wisdom. രണ്ടാമത്തേത് ജ്ഞാനം. No other boy, no other child had this wisdom that Jesus had. മറ്റൊരു ആൺകുട്ടിക്കോ മറ്റൊരു കുഞ്ഞിനോ ഈ ഇത്തരത്തിലുള്ളൊരു ജ്ഞാനം ഉണ്ടായിരുന്നില്ല. Not even Solomon. ശലോമോന് പോലും അതുണ്ടായിരുന്നില്ല. Never. ഒരിക്കലുമില്ല. Luke 2, verse number 40. ലൂക്കോസിന്റെ സുവിശേഷം 2:40. And the child grew and became strong. He was filled with wisdom, and the grace of God was on him. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. So what was the speciality with Jesus when he was a boy, when he was a young man? അവനൊരു ബാലകനായിരുന്ന സമയത്ത്, ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് യേശുവിന്റെ മേലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? Number one, holiness. ഒന്നാമത്തേത് വിശുദ്ധി. Number two, wisdom. രണ്ടാമത്തേത് ജ്ഞാനം. Here, the grace of God. ഇവിടെ മറ്റൊന്നും കൂടെ കാണാം, ദൈവകൃപ. 47, just below that. അതിന്റെ താഴെ 47. Everyone who heard him was amazed at his understanding and his answers. അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. Oh my. If he talked to the boy Jesus, see, in appearance he was an ordinary Jewish boy, but if he talk, you know, the answers, the words he speak was amazing, full of wisdom and understanding. എന്നാൽ അവൻ പുറമേ നിന്ന് നോക്കുമ്പോൾ അവനൊരു സാധാരണക്കാരനെ പോലെ തോന്നിയിരുന്നെങ്കിലും അവൻ വാക്കുകൾ അവന്റെ പുറത്ത് വരുമ്പോൾ പൂർണ്ണമായും അത് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വാക്കുകളായിരുന്നു. Come down to verse number 52. ഇനി ഇപ്പോൾ 52 ഭാഗത്തേക്ക് വന്നാൽ. And Jesus grew in wisdom and stature and in favor with God and man.
യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. Hallelujah. ഹല്ലേലൂയ. That was the speciality Jesus had before he was 30 years. യേശു കർത്താവിന് 30 വയസ്സായിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രത്യേകതയാണ് യേശു കർത്താവിനുണ്ടായത്. And not only that, this is for all the children watching me. ഇത് മാത്രമല്ല, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളോടുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. Verse 51. 51-ാമത്തെ വചനം. Then he went down to Nazareth with them and was obedient to them. But his mother treasured all these things in her heart. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. What do you understand? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? He had obedience to the parents, even though he was the creator of this world. Even his parents were his own creation, but still, as a human child, as a boy, he was submissive to his parents. ഓർക്കുക, അവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരുന്നിട്ടും ഈ പ്രപഞ്ചത്തിന്റെ ശില്പിയായിരുന്നിട്ടും കൂടെ തൻ്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും അധികം അനുസരണമുള്ള ഒരു കുഞ്ഞായിരുന്നു അവൻ. And I just want to read a few more verses and close. ഒന്ന് രണ്ട് വചനങ്ങൾ കൂടെ വായിച്ചതിന് ശേഷം അവസാനിപ്പിക്കാൻ ഞാൻ Luke 2:41-46. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 40. You know this passage, I know. Every year Jesus' parents went to Jerusalem for the festival of the Passover. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. When he was 12 years old, he went up to the festival according to the custom. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. 43. After the festival was over, while his parents were returning home, the boy Jesus stayed behind in Jerusalem, but they were unaware of it. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. He was only 12 years. അവിടെ 12 വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമുള്ളത്. Thinking he was in their company, they traveled on for a day. Then they began looking for him among their relatives and friends. സഹയാത്രികരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും എന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരിഞ്ഞു. When they did not find him, they went back to Jerusalem to look for him. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. After 3 days, they found him in the temple courts, sitting among the teachers, listening to them and asking them questions. 3-ാം നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. When his parents saw him, 48, they were astonished. His mother said to him, "Son, why have you treated us like this? Your father and I have been anxiously searching for you." അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, "മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു" എന്ന് പറഞ്ഞു. 49, "Why were you searching for me?" he asked. "Didn't you know I had to be in my father's house?" അവൻ അവരോട്, "എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?" എന്ന് പറഞ്ഞു. But they did not understand what he was saying to them. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. What do you understand from this? ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? He was only 12 years. അവന് 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. He had amazing wisdom and understanding that he was discussing and asking questions to the PhDs of the day. ആ കാലത്ത് PhD ബിരുദധാരികളായിട്ടുള്ള ആളുകളോടാണ് ഇപ്പോൾ ഈ 12 വയസ്സ് പ്രായമുള്ള ബാലകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. So I believe you have now a picture about Jesus in your mind. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ യേശുവിനെ കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. Ordinary boy or an ordinary young Jewish boy. സാധാരണ ഒരു ചെറുപ്പക്കാരനായ യഹൂദ ബാലകൻ. Ordinary dress. സാധാരണ വസ്ത്രം. Ordinary features. സാധാരണ രൂപസാദൃശ്യം. But no sin. എന്നാൽ പാപമില്ല. Holy. വിശുദ്ധൻ. Full of the grace of God. ദൈവത്തിന്റെ കൃപയാൽ പരിപൂർണമായി Full of the favor with God and man. ദൈവത്തിന്റെ മനുഷ്യന്റെ പൂർണ്ണ പ്രീതി ലഭിച്ച വ്യക്തി. Amazing, astonishing wisdom. അതുപോലെ തന്നെ അത്ഭുതാവഹമായിട്ടുള്ള ജ്ഞാനം. The word became flesh. വചനം ജഡമായി തീർന്നു.
and he dwelt among us. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. Many people did not know him. ഒത്തിരി ആളുകളും അവനെ തിരിച്ചറിഞ്ഞില്ല. But by the grace of God these days, God is giving us understanding. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയാൽ അതെല്ലാം തിരിച്ചു മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തന്നിരിക്കുകയാണ്. I am blessed through this study. ഈ ഒരു സ്റ്റഡിയിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. What about you? നിങ്ങൾക്ക് എന്താ How സംഭവിച്ചത്? are you getting blessed? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? I want to know that. അതറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. So after this live program, go to the comment section, put your comments, how you are blessed. ഈ ലൈവ് പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ ദയവായി കമന്റ് ചെയ്യുക. Or you can send an audio message to Blessing Today WhatsApp number. അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജ് അയക്കാൻ സാധിക്കും. And if you have any prayer requests, just take your phone and call up the prayer line. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രയർ ലൈൻ നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ സംസാരിക്കുക. Tomorrow is Sunday. നാളെ ഞായറാഴ്ചയാണ്. 10 o'clock we will have the English Malayalam bilingual service. എന്നാൽ 10 മണിക്ക് ഇംഗ്ലീഷ് മലയാളം ചേർന്നുള്ള ബൈലിംഗുവൽ സർവീസ് ആണുള്ളത്. So English people and Malayalam people all can attend. ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും എല്ലാവർക്കും അതിൽ That also you can send to people all over the world. അത് നിങ്ങൾക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ സാധിക്കും. The 10 o'clock service will be also telecast in Harvest TV. ഈ 10 മണിയുടെ സർവീസ് ഹാർവസ്റ്റ് ടിവിയിലൂടെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. Let's pray together. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. Hallelujah. ഹല്ലേലൂയ. Father, I pray for your people. കർത്താവേ, അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Spondylitis be healed in Jesus' name. സ്പോണ്ടിലൈറ്റിസ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. All kinds of demonic activities I stop in Jesus' name. എല്ലാവിധ പൈശാചികമായ പ്രവർത്തനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ നിർത്തലാക്കിയാണ്. I command the spirit of fear leave. ഇപ്പോൾ തന്നെ ഭയത്തിന്റെ ആത്മാ വിട്ടുപോകുവാൻ വേണ്ടി ഞാൻ And കൽപ്പിക്കുന്നു. the spirit of death and suicide leave people in Jesus' name. എല്ലാവിധ ആത്മഹത്യയുടെ പൈശാചിക ആത്മാക്കളെ വിട്ടുപോകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. Swelling disappear in Jesus' name. നീര് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ. Kidneys be healed. അതുപോലെ കിഡ്നികൾ ഇപ്പോൾ തന്നെ Brain സൗഖ്യമാകട്ടെ. be healed in Jesus' name. യേശുവിന്റെ നാമത്തിൽ തലച്ചോറുകൾ സൗഖ്യമാകട്ടെ. Wherever you are suffering some disease or pain, you put your hand there. One hand you can stretch forth. ഇപ്പോൾ ഏത് വിധത്തിലുള്ള അസുഖമാണെങ്കിലും ശരി, ഇപ്പോൾ ഒരു കൈകൾ ഇങ്ങോട്ട് നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Father, touch people and heal them. കർത്താവേ, ഇപ്പോൾ ഈ ജനത്തെ തൊടണമേ. I pray for different needs in life. കർത്താവേ, വ്യത്യസ്തമായ ഓരോ ആവശ്യങ്ങൾ ഇവർക്കുണ്ടല്ലോ, അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. Bless them all, Father. കർത്താവേ, ഇവരെല്ലാവരെയും അങ്ങ് Some അനുഗ്രഹിക്കണമേ. of the needs to be settled in life. കർത്താവേ, ചിലരുടെ ആവശ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യപ്പെടട്ടെ. Lord, bless them all. കർത്താവേ, അങ്ങ് ഇവരെ അനുഗ്രഹിക്കണം. And the Holy Spirit prompts me to pray for childless couples. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു. Father, Lord, bless them. കർത്താവേ, ഇപ്പോൾ അവരെ അനുഗ്രഹിക്കണമേ. Give them children. കർത്താവേ, അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. We give you all glory and honor. കർത്താവേ, എല്ലാ മഹത്വവും മാനവും ഞങ്ങൾ അങ്ങേക്ക് In തരുന്നു. Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Thank you for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായി നന്ദി. And I know in my spirit that next week is going to be really, really amazing. ഞാനൊരു കാര്യം എൻ്റെ ആത്മാവിൽ തിരിച്ചറിയുന്നു, അടുത്ത ദിവസങ്ങളിലുള്ള എപ്പിസോഡുകൾ വളരെ വളരെ അത്ഭുതാവകമായ കാര്യങ്ങളായിരിക്കും. Never miss one single episode. ഒരു സിംഗിൾ എപ്പിസോഡ് പോലും നിങ്ങൾക്ക് ഒഴിവായി. No arrears, no pending. നിങ്ങൾക്ക് പെൻഡിങ് ഒരിക്കലും ഉണ്ടാകരുത്. And send the link of this video to all people. Share this with all people in your community, in your knowledge, in your circle of influence. നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള എല്ലാവർക്കും ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. God bless you all. ദൈവം നിങ്ങളെ ധാരാളമായി See you അനുഗ്രഹിക്കട്ടെ. tomorrow in the services and in Blessing Today program on Monday. നമുക്ക് നാളെ സർവീസിൽ ഒരുമിച്ച് കാണാം. അതുപോലെ തന്നെ തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെയും നമുക്ക് കാണാം. God bless you. Bye-bye. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബൈ. ജയാളിയാ